ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ 50-60 ടേക്ക് പാടിയിട്ടുണ്ട് റെക്കോർഡിങ്. അദ്ദേഹത്തിന് തൃപ്തിയാവുന്നില്ല. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പാടിയ എല്ലാ പാട്ടിനകത്തും എന്റെ ശബ്ദമുണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ ശൈലിയും രാധയെ നീ കണ്ടു. സുധീവേട്ടൻ ആദ്യം ഭരതനാട്യം പഠിച്ചു, എന്നിട്ട് ഭരതനാട്യം നർത്തകിയെ കല്യാണം കഴിച്ചു. ആ ഭരതനാട്യം പഠിപ്പിച്ച മാഷിന്റെ പേര് ദേവരാജൻ മാസ്റ്റർ എന്നായിരുന്നു. പിന്നീട് മ്യൂസിക് പഠിച്ചത് നമ്മൾ സാക്ഷാൽ ദേവരാജൻ മാഷിന്റെ അടുത്ത്. ദേവരാജൻ മാഷിനെ കുറിച്ച് പുസ്തകം എഴുതിക്കൊണ്ട് സുധീവേട്ടൻ എഴുത്തുകാരനായി മാറി. പ്രണയാഞ്ജലി ശ്രേയ ഘോഷാലുമായിട്ട് ആദ്യത്തെ യുഗ്മഗാനം പാടിയത് സുധീവേട്ടനാണെന്ന് പറയുന്ന ഒരു ക്രെഡിറ്റ് അത് മാത്രം ഇനി ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. പുല്ലാനിക്കാടും കാണാം വെള്ളാമ്പൽ പൂവും സഞ്ജു സാംസണിനെ ടീമിലെടുത്ത പോലെ ആയിരുന്നു എൻ്റെ അവസ്ഥ. കുറെ കാലം ടീമിലുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ എന്നാൽ കളിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ കളിക്കുന്നില്ല. പ്ലേബാക്ക് സിംഗർ എന്നൊക്കെ ഉള്ള ബാനറിൽ എനിക്ക് കുറച്ച് പ്രോഗ്രാമൊക്കെ ആ സമയത്ത് കിട്ടി. പക്ഷേ പ്ലേബാക്ക് സിംഗർ ആവാൻ വേണ്ടി പിന്നെ 3 കൊല്ലം ഞാൻ കാത്തിരുന്നു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. സുദീപ് കുമാറാണ് നമുക്കപ്പോൾ. ഹായ് സുദീപ് കുട്ടാ. നമസ്കാരം. ഒരുപാട് കഥ കേൾക്കാനുണ്ട്. അതിന് മുമ്പ് ആദ്യം ഒരു പാട്ട് പാടാം. അധരം സഖി മധുരം നീയേകിടാം. അധരം സഖി മധുരം നീയേകിടാമോ, മിഴിയാം കടൽ തിരയിൽ ഞാൻ നീന്തി വന്നു, ഹൃദയം നിൻ മണിമാറിൽ ഒരു ഹാരം പോൽ ചൂടാം, വരു നീരാഗലോലേ. ഓ ഓ അധരം സഖി മധുരം. അവിടെ ഒരു ഗംഭീരമായിട്ടുള്ള വോയിസ് നമ്മൾ ദാസാറിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ട്. അപ്പോൾ സിമിലർ രീതിയിൽ പാടുന്ന ഒരു പാട്ടായിട്ടാണ് നമ്മൾ അന്ന് ഇത് ആക്സെപ്റ്റ് ചെയ്തത്. ആ സമയത്ത് രസമുള്ളൊരു പാട്ടായിരുന്നു. പല രീതിയിലുള്ള പാട്ടുകൾ പാടിയിട്ടുള്ളപ്പോഴും ചിലപ്പോൾ ദാസാറിൻ്റെ ശബ്ദമായിട്ടൊക്കെ നമ്മൾ എന്താ പറയുക, യോജിപ്പ് കണ്ടെത്താൻ പറ്റുന്ന ഒരു ശബ്ദമായിരുന്നു സുധീപേട്ടൻ്റെ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമൊക്കെ ഒരു ആക്സെപ്റ്റൻസ് സുധീപേട്ടന് കിട്ടിയത്. പിന്നെ അതിൻ്റെ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ഭാവത്തിൽ നമ്മൾ പിൽക്കാലഘട്ടത്തിൽ നമ്മൾ കുറച്ചുകൂടെ ഉപയോഗിച്ചു തുടങ്ങി. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുധീപേട്ടൻ്റെ പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് സുധീപേട്ടൻ ആദ്യം ഭരതനാട്യം പഠിച്ചു, എന്നിട്ട് ഭരതനാട്യം നർത്തകിയെ കല്യാണം കഴിച്ചു. ആ ഭരതനാട്യം പഠിപ്പിച്ച മാഷിന്റെ പേര് ദേവരാജൻ മാസ്റ്റർ എന്നായിരുന്നു. പിന്നീട് മ്യൂസിക് പഠിച്ചത് നമ്മൾ സാക്ഷാൽ ദേവരാജൻ മാഷിന്റെ അടുത്ത്. എന്നിട്ട് ദേവരാജൻ മാഷിനെ കുറിച്ച് പുസ്തകം എഴുതിക്കൊണ്ട് സുധീപേട്ടൻ എഴുത്തുകാരനായി മാറി. രസമല്ലേ? ചില ഫാക്ട്സ് ഒക്കെ ഭയങ്കര രസമാണ്. ഇതൊന്നും പ്ലാൻ ചെയ്യുന്നതല്ലല്ലോ, എല്ലാം സംഭവിച്ചു പോകുന്നതാണ്. മ്യൂസിക് പഠിക്കണമെന്നേ വിചാരിച്ചിട്ടുള്ളൂ. അത് പുസ്തകം രാഗതരംഗിണി ആണ്. ഒലിവ് ബുക്സ് ആണ് രാഗതരംഗിണി പബ്ലിഷ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മാക്ബത്ത് ബുക്സിന്റെ പബ്ലിക്കേഷൻ അവർ കേസില്ല വക്കീൽ എന്ന് പറഞ്ഞൊരു ബുക്ക് കൂടി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എഴുത്തുകാരനാവണമെന്നൊന്നും നമ്മൾ ആഗ്രഹിച്ചിട്ട് എഴുതിയതല്ല ഇതൊന്നും. രാഗതരംഗിണി സംഭവിച്ചു പോയതാണ്. കൊറോണ സമയത്ത് എന്ത് ചെയ്യും, വീട്ടിലിരുന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണല്ലോ. മറ്റേത് നമുക്ക് പാട്ട് പാടുന്നത് സ്റ്റുഡിയോയിൽ പോയി പാടണം, അല്ലെങ്കിൽ സ്റ്റേജിൽ പോയി പാടണം. വീട്ടിലിരുന്ന് പാടിയോണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എപ്പോഴും നമ്മൾ വേദികളിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റുഡിയോകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നതിനിടയിൽ എങ്ങും പോകാൻ പറ്റാതെ വീട്ടിലിരുന്ന സമയത്ത് എന്ത് ചെയ്യും എന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം ചിന്തിച്ച് മാസ്റ്ററെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാനായിട്ട് ഓരോ കുറിപ്പുകളായിട്ട് എഴുതി വന്ന് ഒരു ബുക്കിൻ്റെ മാറ്ററായി മാറി. MK മുനീർ സാറ്, ഒലിവ് ബുക്സ് അദ്ദേഹത്തിൻ്റെയാണല്ലോ, മുനീർ സാറാണ് പറഞ്ഞത് നമുക്കൊരു ബുക്കാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സംഭവിച്ചത്. പിന്നെ ഈ ദേവരാജൻ മാസ്റ്റർ എന്ന് പറയുന്നത് കുട്ടനാട്ടിൽ കൈനഗിരിയിൽ എൻ്റെ അച്ഛൻ്റെ നാട്ടിൽ അവിടുത്തെ ഒരു അറിയപ്പെടുന്ന ഒരു നൃത്ത അധ്യാപകനാണ് ദേവരാജൻ സാർ. അദ്ദേഹത്തിൻ്റെ അടുത്താണ് ആദ്യം കൊണ്ടുപോയി ഈ ദക്ഷിണ വയ്ക്കുന്നത് ഭരതനാട്യം പഠിക്കാനായിട്ട്. അത് പാട്ട് പഠിപ്പിക്കാനായിട്ട് പഠിച്ചോ? കുറച്ച് 1 വർഷം പോലും ഞാൻ പഠിച്ചിട്ടില്ല അന്ന്. അത് പക്ഷെ ഇപ്പോഴും ടച്ച് വിട്ടിട്ടില്ല എന്ന് ഭാര്യ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു. എന്താ വെച്ചാൽ പിള്ളേരെ ഇടയ്ക്കൊക്കെ അരമണ്ഡലത്തിൽ നിർത്തുമെന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിൽ ഭരതനാട്യം കളിക്കാത്തതായിട്ട് ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഇപ്പോൾ. കാര്യം ഭാര്യയും 2 കുട്ടികളും അവർ രണ്ടുപേരും പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഭരതനാട്യം പഠിച്ചിട്ടില്ലാത്ത ആരുമില്ല എന്ന് പറയുന്നതാണ് സത്യം. ഞാനും പഠിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ ഞാൻ പഠിച്ചത് ഒന്നും എനിക്ക് ഓർമ്മയൊന്നുമില്ല. 6 വയസ്സിൽ പഠിച്ചിട്ടുള്ള കുറച്ച് കാലം. അതിനപ്പുറത്തേക്ക് എനിക്ക് നൃത്തമായിട്ട് എനിക്ക് ബന്ധമില്ല. കാര്യം ഞാൻ ഡാൻസ് കളിക്കുന്നത് പൊതുവെ ആരും കണ്ടിട്ടില്ല. അത് കാണാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്.
കാര്യം എനിക്ക് അത്ര വഴങ്ങുന്ന ഒരു കാര്യമല്ല. താളം ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ശരീരഭാഷ നന്നാവണമെന്നില്ലല്ലോ. ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് എപ്പോഴും നൃത്തത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. എനിക്ക് തന്നെ എൻ്റെ ബോഡി ലാംഗ്വേജ് ഡാൻസ് കളിക്കാൻ കൊള്ളാത്തതാണെന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്റ്റേജിൽ പാട്ട് പാടുമ്പോൾ പോലും നമ്മൾ കല്ലിന് കാറ്റ് പിടിച്ച പോലെ എന്ന് പഴയ ആൾ പറയുന്നത് പോലെ നിന്ന് പാടാൻ ശ്രമിക്കുന്നത്. പലപ്പോഴും ചലനങ്ങൾക്ക് ഭംഗിയുണ്ടെങ്കിൽ നല്ലതാണ്. ചില പാട്ടുകാർക്ക് അതിനുള്ള ഒരു കഴിവുണ്ട്. എനിക്ക് അങ്ങനെ ഒരു കഴിവ് ഇല്ല. പിന്നെ ചിലപ്പോൾ ചുമ്മാ കൂടെ പാടുന്ന ആളുകളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ചെറിയ ട്വിസ്റ്റൊക്കെ ചെയ്യുമ്പം അവരുടെ കൂടെ ഇങ്ങനെ ഈ പണ്ട് ഒരു സിനിമയിൽ ജഗതി ചേട്ടൻ ഇങ്ങനെ ഈ എടുക്കും അടി കൂടി ഇങ്ങനെ കാണിക്കില്ലേ, അതുപോലെ ഞാനും കാണിക്കാറുണ്ട് ചിലപ്പോൾ ചില സ്റ്റേജിലാണെന്ന് തോന്നുന്നു. അതെ, അതിനപ്പുറത്തേക്ക് ഒരു ഡാൻസ് ഒന്നും ഇല്ല. പിന്നെ ഈ നേരത്തെ രജനീഷ് പറഞ്ഞ പോലെ യേശുദാസ് സാറിൻ്റെ പാട്ടുകൾ പാടിയാണ് നമ്മൾ തുടങ്ങുന്നത്. ഗാനമേളകൾക്കൊക്കെ ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും കുട്ടിക്കാലം മുതൽ കേട്ട് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു ശൈലിയും ശബ്ദവും ഒക്കെ അതാണ്. സിനിമയിലേക്കൊക്കെ വരുന്ന സമയത്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ പാട്ട് അധരം സഖി ഉൾപ്പെടെ പല പാട്ടുകളും അദ്ദേഹത്തിന് പാടാൻ വേണ്ടി തയ്യാറാക്കിയ പാട്ടുകളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് യോജിക്കുമെന്ന് വിചാരിച്ച് തന്നെ കമ്പോസ് ചെയ്ത പാട്ടുകളാണ്. അല്ലെങ്കിൽ ഒരു പാട്ട് കമ്പോസ് ചെയ്തിട്ട് ഇത് അദ്ദേഹം പാടണം എന്ന് ആഗ്രഹിച്ച് തന്നെ അതിൻ്റെ സിനിമയുടെ സംവിധായകനോ സംഗീത സംവിധായകനോ ഒക്കെ തീരുമാനിച്ച പാട്ടുകളാണ്. അത് പിന്നീടൊക്കെയാണ്. അതെ, മോഹൻ ചേട്ടനാണ്. വിനയൻ സാറാണ് എനിക്ക് ചാൻസ് തരുന്നത്. അപ്പം മോഹൻ ചേട്ടനെ എനിക്ക് അതിന് മുമ്പ് അറിയില്ല. അപ്പോൾ വിനയൻ സാർ എന്നോട് പറഞ്ഞു, നീ മോഹനെ ഒന്ന് പോയി കാണും എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നു. അദ്ദേഹം ഈ ട്രാക്ക് എന്നെ കേൾപ്പിക്കുന്നു, ഞാൻ പഠിച്ചിട്ട് പാടുന്നു. അതിനപ്പുറത്തേക്ക് അതിന് പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് യേശുദാസ് സാറിൻ്റെ ശബ്ദത്തിനും ശൈലിക്കും നന്നായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം കമ്പോസ് ചെയ്തൊരു പാട്ടാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടി വന്നിട്ടുള്ള, അദ്ദേഹത്തെ ഫോളോ ചെയ്ത് വന്നിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ പാടിയപ്പോൾ എവിടേക്കോ അതിൻ്റെ ഒരു എവിടെയെങ്കിലും നമുക്ക് എന്താ പറയുക ചില ടച്ചസ് ഒക്കെ വന്നിട്ടുണ്ടാവും എന്നുള്ളതല്ലാതെ അദ്ദേഹം എപ്പോഴും എന്താ പറയുക അപ്രാപ്യനും നമുക്കൊരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത തലത്തിലുള്ള ഒരു വലിയ ഗിരി ശൃംഗമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആദ്യ ചോദ്യത്തിലെ ഉത്തരങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അതിനു മുമ്പ് പാട്ടിന്റെ ബ്രേക്ക്. ചന്ദനമുകിലെ ചന്ദനമുകിലെ കണ്ണനെ നീ കണ്ടോ, കുഴൽവിളി നീ കേട്ടോ എന്നുള്ളതാണ് ഒറിജിനൽ വരി ചിത്ര ചേച്ചി പാടിയത്. അതെ അതെ. സുദീപേട്ടൻ പാടിയതിൽ വീണ്ടും വരി എഴുതിയാണ് ചെയ്തത്. രാധയെ നീ കണ്ടോ, നായർ സാറാണ് എഴുതിയത്. അതെ അതെ അതെ. രാധയെ നീ കണ്ടോ പിന്നെയും വ്യത്യാസമുണ്ട്. എന്താന്ന് വെച്ചാൽ അത് സിനിമയിലുള്ള പാട്ടല്ല, അത് ഓഡിയോയ്ക്ക് വേണ്ടി റിപ്പീറ്റ് എടുത്ത പാട്ടാണ്. എനിക്ക് അങ്ങനെയാണ് ആദ്യത്തെ അവസരവും കിട്ടുന്നത്. താലോലത്തിലും സുജാത ചേച്ചി പാടിയ ഒരു പാട്ടിൻ്റെ റിപ്പീറ്റ് പാടിയാണ്. പക്ഷെ അത് 3 കൊല്ലം കഴിഞ്ഞാണ് ഒരു ശരിക്കുള്ള ഒരു പ്ലേ ബാക്ക് സംഭവിച്ചത്. അതുപോലെ തന്നെ ഇതും എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സിനിമാ പാട്ടാണ് ചന്ദനമുകിലെ. കാരണം എം ജയചന്ദ്രൻ ചേട്ടൻ്റെ സംഗീത സംവിധാനത്തിൽ ഞാൻ ആദ്യം പാടുന്ന സിനിമ പാട്ട് അതാണ്. പിന്നെ കുറേ പാടി, പക്ഷെ അത് പറയുന്നതിന് മുമ്പ് പാട്ട്. ചന്ദനമുകിലേ ചന്ദനമുകിലേ രാധയെ നീ കണ്ടു, അനുരാഗ വിവശയാണോ, വൃന്ദാവനത്തിലെ ഗോപകുമാരി മോഹിച്ചു തീർന്നില്ലേ നീ, സ്നേഹിച്ചു തീർന്നില്ലേ. അതൊരു സുഖമുള്ള പരിപാടിയായി. വേറെ ലിറിക്സ് നമ്മൾ കേൾക്കാന്ന് പറയുന്നത്. അതെ, അത് പലപ്പോഴും ഇങ്ങനെ ജെൻഡർ മാറുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ, ചെറിയ വ്യത്യാസം വരുത്താറുണ്ട്. പക്ഷെ ഇത് കുറേ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതെ അതെ. മറ്റത് പൂർണ്ണമായിട്ടും രാധ പാടുന്നത് പോലെ ഇത് തിരിച്ച് അങ്ങനെയാണല്ലോ. ഈ കൈതപ്പുറം സാറിന്റെ എഴുത്തിലും മ്യൂസിക്കിലും ചെയ്തതാണ് താലോലം. അതെ, ചേച്ചി പാടിയതിന്റെ വേർഷൻ പാടി, അത് കാസറ്റിൽ മാത്രമേ ഉണ്ടായിരുന്നു. അല്ല, കൈതപ്പുറം സാറിന്റെ രചനയിലുള്ള പാട്ട് അതിൽ എനിക്ക് പാടാൻ പറ്റിയത് തേൻ നിലാവിൽ എന്നുള്ള പാട്ടാണ്. അത് കൂടാതെ ഒരു പാട്ട് കൂടെ ഉണ്ടായിരുന്നു, സുജാത ചേച്ചി പാടിയതാണ് തേൻ നിലാവിന്റെ ഒറിജിനൽ. അത് ലിറിക്സ് ചേഞ്ച് ഒന്നുമില്ല, മെയിൽ ഫീമെയിൽ സെയിം ആണ്. പിന്നെ ഒരു പാട്ട് കൂടി ശ്രദ്ധിക്കപ്പെടുന്നത് അതിലുണ്ടായിരുന്നു, ഓരങ്ങളിൽ എന്ന് പറഞ്ഞ ഒരു ലളിതഗാനമാണത്. പക്ഷെ സിനിമ പാട്ടിന്റെ കൂടെ വന്നുകൊണ്ട് പലരും സിനിമ പാട്ടാണ് തെറ്റിദ്ധരിച്ചു. അത് പുതിയ 2 ആളുകളാണ് ചെയ്തത്. ഒരു KS പങ്കജാക്ഷൻ എന്ന് പറഞ്ഞ ഒരാൾ എഴുതി, PG ശശി എന്ന് പറഞ്ഞ അദ്ദേഹമാണ് മ്യൂസിക് ചെയ്തത്. അതൊരു ആൽബമായിട്ട് ചെയ്ത പാട്ടായിരുന്നു. അത് ഈ സിനിമയുടെ കാസറ്റിൽ, അന്ന് കാസറ്റാണല്ലോ, കാസറ്റിൽ യാദൃച്ഛികമായിട്ട് എത്തിപ്പെട്ടതാണ്. അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ എനിക്ക് കിട്ടിയെന്നുള്ളതാണ് ആ പാട്ടിനെ സംബന്ധിച്ച് എനിക്കതിനോടുള്ള ഒരു ഇഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അതിൽ തേൻ നിലാവ് എന്ന് പറഞ്ഞ പാട്ട് കൈതപ്പുറം സാറിൻ്റെ രചനയിലും സംഗീതത്തിൽ പാടിയാണ് ശരിക്കും സിനിമയിൽ ഞാൻ കാലെടുത്ത് വയ്ക്കുന്നത്. പക്ഷെ അതൊരു ഈ നമ്മുടെ സഞ്ജു സാംസണിനെ ടീമിലെടുത്ത പോലെ ആയിരുന്നു എൻ്റെ അവസ്ഥ. കുറേ കാലം ടീമിലുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ എന്നാൽ കളിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ കളിക്കുന്നില്ല. അങ്ങനെ കുറേ നാൾ ഞാൻ ടീമിലുണ്ട്, കളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്ലേ ബാക്ക് സിംഗർ എന്നൊക്കെ ഉള്ള ബാനറിൽ എനിക്ക് കുറച്ച് പ്രോഗ്രാമൊക്കെ ആ സമയത്ത് കിട്ടി.
പക്ഷേ പ്ലേ ബാക്ക് സിംഗർ ആവാൻ വേണ്ടി പിന്നെ 3 കൊല്ലം ഞാൻ കാത്തിരുന്നു. തേനില ആവിലൻ നീലാമ്പൽ പൂവിരിഞ്ഞു, താരകങ്ങളിൻ കൈക്കൊമ്പിളിൽ പൊഴിഞ്ഞു. അത് പാട്ടാണ്. ഈ MJ ആയിട്ട് ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട്. അതിലും ഒരു റെക്കോർഡ് ഇപ്പോൾ സുദീപേട്ടൻ തന്നെ പറയാറുള്ള റെക്കോർഡ് എന്ന് പറയുന്നത് ശ്രേയ ഘോഷാലുമായിട്ട് ആദ്യത്തെ യുഗ്മഗാനം പാടിയത് സുദീപേട്ടനാണെന്ന് പറയുന്ന ഒരു ക്രെഡിറ്റ്. അത് മാത്രം ഇനി ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം ഒരുപാട് പാട്ട് ശ്രേയജിയായിട്ടും പാടിയിട്ടുണ്ട്. ഞാൻ തന്നെ 4 പാട്ട് പാടിയിട്ടുണ്ട്. ഇനി ചിലപ്പോൾ 40 50 പാട്ടുകൾ പാടുന്നവരുണ്ടാവും ഭാവിയിൽ. പക്ഷേ ആദ്യത്തെ പാട്ട് ഇനി വേറെ ആർക്കും പാടാൻ പറ്റില്ല എന്നുള്ള ഒരു അഭിമാന ബോധത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. MJ ആയിട്ട് ഒത്തിരി പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സുദീപേട്ടൻ്റെ ഹിറ്റ് പാട്ടുകളിൽ കൂടുതലും MJ ആയിട്ട് ചെയ്തതാണെന്ന് തോന്നുന്നു. ആദ്യ കാലങ്ങളിൽ പല സംഗീത സംവിധായകരും അവസരം തന്നിട്ടുണ്ടെങ്കിലും ജയൻ ചേട്ടനായിട്ടുള്ള അസോസിയേഷൻ മുതലാണ് ഈ സൂപ്പർ ഹിറ്റായ പാട്ടുകൾ എന്ന്, പ്രത്യേകിച്ച് സൂപ്പർ സ്റ്റാർ ഫിലിംസ്, മോഹൻലാലിൻ്റെ, ലാലേട്ടൻ്റെ സിനിമകൾ, ബിഗ് ബഡ്ജറ്റ് സിനിമകളിലൊക്കെ എനിക്ക് അവസരങ്ങൾ അങ്ങനെയാണ് വന്നത്. ആ പാട്ടുകളെല്ലാം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു കോംബോ എന്ന രീതിയിൽ ആളുകളെല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു പാട്ട് MJയുടെ ഏതെങ്കിലും പാടിയാൽ മതി. എൻ്റെ ശാരികേ പറയാതെ പോകയോ, നീലാവിലെ നിഴൽ മേടയിൽ പാതിമാഞ്ഞ പാട്ടു ഞാൻ പെയ്തൊഴിഞ്ഞുവോ, കുളിരുന്നൊരോർമകൾ കിനാവിലെ കിളിവാതിലിൽ കാത്തിരുന്ന സന്ധ്യ ഞാൻ. സുദീപേട്ട, ഈ സ്റ്റൈലിലുള്ളൊരു വർത്താനം അല്ലാതൊരു സുദീപേട്ടനുണ്ട്. ഭയങ്കര കോമഡി പറയുന്ന ഒരാളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ തമാശയ്ക്ക് അപ്പുറത്തേക്ക് മിമിക്രിയെ കുറിച്ചൊരു കാര്യം പറയുന്നതിൽ പാട്ടിനെയും കൂടെ ചേർത്തിട്ട് സുദീപേട്ടൻ പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ പാട്ടെന്ന് പറയുന്നത് തന്നെ ഒരു മിമിക്രി അല്ലേ എന്നാണ് ചോദിക്കുന്നത്. ശരിക്കും സത്യത്തിൽ അങ്ങനെ ആ ആസ്പെക്റ്റിൽ ആലോചിക്കുന്ന ഭയങ്കര രസമുള്ളൊരു പരിപാടിയല്ലേ? സംഗീത സംവിധായകർ പാടിത്തരുമ്പോൾ, നമ്മൾ പാടുമ്പോൾ നമ്മുടെ ശബ്ദം ഉണ്ടെങ്കിലും അവരുടെ ശൈലിയിൽ പാടുമ്പോഴാണ് ഭൂരിഭാഗം ആളുകൾക്കും ഇഷ്ടപ്പെടുന്നത്. അത് ഇന്ന് തുടങ്ങിയതല്ല, എല്ലാ കാലത്തും ഉള്ളതാണ്. അത് പഴയ കാലത്തെ പാട്ടുകൾ ശ്രദ്ധിച്ചാൽ അറിയും. ബാബുരാജ് സാറിൻ്റെ പാട്ടുകളിൽ ആദ്യകാലങ്ങളിൽ നമ്മളെ ഇന്നത്തെ വളരെ സീനിയറായ പ്ലേബാക്ക് സിംഗേഴ്സൊക്കെ പാടുമ്പോഴും ബാബുക്ക പാടുന്നതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് ഫീൽ ചെയ്യും. ദേവരാജൻ മാസ്റ്റർ പാട്ടുകൾ ആദ്യകാലങ്ങളിൽ പാടിയിരുന്ന അന്നത്തെ യുവഗായകരുടെ ആലാപനത്തിലെല്ലാം ദേവരാജൻ മാസ്റ്ററുടെ ആലാപന ശൈലിയുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് ഇപ്പോൾ യേശുദാസ് സാർ തന്നെ പാടുന്ന നോക്കി അറിയാം. രവീന്ദ്രൻ മാസ്റ്റർക്ക് പാടുന്നതും ജോൺസൺ മാസ്റ്റർക്ക് പാടുന്നതും ഔസേപ്പച്ചൻ സാറിന് പാടുന്നതും ഒരേ കാലഘട്ടത്തിലാണെങ്കിലും 3 ആലാപന ശൈലിയുണ്ട്. ആലാപന ശൈലി എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അവർ പാടുന്നതിലുള്ള അവരുടെ ശബ്ദത്തിൻ്റെ ഒരു അംശം പോലും കടന്നു വരാറുണ്ട്. ബോധപൂർവമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോഴാണ് ആ പാട്ടുകൾക്ക് വ്യത്യസ്തത ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മളും പാടുമ്പോൾ ഏതൊരു സംഗീത സംവിധായകനും പാടുമ്പോഴും അവരുടെ ഒരു രീതിക്കനുസരിച്ച് പാടുമ്പോൾ അതിനകത്തൊരു അനുകരണം എന്നുള്ളത്, ഈ നമ്മൾ ഈ പറയുന്ന മിമിക്രി എന്ന് പറഞ്ഞ കല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാളുടെ ഡയലോഗ് അതുപോലെ പറയുന്ന പോലെയല്ല, അതേ മോഡുലേഷൻ പറയുന്ന പോലെയല്ല. ഒരു സംഗീതം ഒരാൾ പറഞ്ഞു തരുമ്പോൾ അതേപോലെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ഇമിറ്റേറ്റിംഗ് എന്നുള്ളതാണ്. ഇമിറ്റേഷനകത്ത് ഒരുപാട് കാര്യങ്ങൾ കൂടി അഡീഷണലായിട്ട് വരുമ്പോഴേ അത് മ്യൂസിക്കലാവുന്നുള്ളൂ. സംഗീതത്തിലിപ്പം ഈ പറഞ്ഞ പോലെ മോഡുലേഷൻസ് അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുക, മ്യൂസിക്കിൽ എന്തൊക്കെ ടെക്നിക്കാലിറ്റീസ് ഉണ്ടോ അതെല്ലാം ചേരുകയും ആ അക്ഷരങ്ങൾ അതുപോലെ കൃത്യമായി പറയുകയും ആ ഭാവം കൊണ്ടുവരിക എല്ലാം കൂടി ചെയ്യുമ്പോഴേ ഈ പറഞ്ഞ റെൻഡറിങ് എന്ന് പറഞ്ഞ പരിപാടി പൂർണ്ണമാവുന്നുള്ളൂ. എങ്കിലും അതിനകത്ത് ഒരു അനുകരണം എന്ന് പറഞ്ഞ സാധനമുണ്ട്. പക്ഷേ ഈ അനുകരണം എന്ന് പറയുന്നത് അതിരുവിട്ടതാകുമ്പോഴാണ് ആളുകൾക്ക് ദഹിക്കാതെ ആവുന്നതും അതിൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഏതൊരു ഗായകനെ നമ്മൾ മുൻകാലത്തുള്ള ആളുകളെ മനസ്സിൽ വെച്ച് പാടുമ്പോൾ ആ അനുകരണം മനസ്സിലുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ആ അനുകരണം എന്ന് പറയുന്നതിൻ്റെ ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ അതിൻ്റെ ആ ശബ്ദം അതേപോലെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. ഒരാളുടെ ശബ്ദം അതേപോലെ അദ്ദേഹം പാടുന്നത് പിന്നെ ബ്ലൈൻഡായിട്ട് ഇമിറ്റേറ്റ് ചെയ്ത് പാടിക്കഴിഞ്ഞാൽ അതിൽ ആത്മാവുണ്ടാവില്ല. അത് നമ്മുടെ ഈ തൊണ്ടയിൽ കൂടെ വന്ന് നാവിലൂടെ വന്നങ്ങ് കേട്ട് ആളുടെ ചെവിയിൽ കേട്ടങ്ങ് പോകും. പക്ഷേ ആ ചെവിയിൽ നിന്ന് ഉള്ളിലേക്ക് കടന്ന് മറ്റൊരാളുടെ ഹൃദയത്തിൽ തൊടണമെങ്കിൽ നമ്മൾ പാടുന്നതും നമ്മുടെ ഹൃദയത്തിൽ നിന്നാവണം. പാട്ട് ബ്രേക്ക് കൊണ്ടുവരാം കൈതോലപ്പായ കൊണ്ടുവരാം
കൊണ്ടുവാം കൊണ്ടുവാം അന്ത്യാളൻ കാവിൽ കൊണ്ടുവാം. പുല്ലാനിക്കാടും കാണാം, വെള്ളാമ്പൽ പൂവും നുള്ളാം, മാനോടും മേട്ടിൽ കൊണ്ടുവാം. പെണ്ണേ കൊണ്ടുവരാം കൊണ്ടുവരാം, കൈതോലപ്പായ കൊണ്ടുവരാം. ഇനി മൊത്തത്തിൽ ഈ വർത്തമാനങ്ങൾക്കൊരു ബ്രേക്കാണ്. ഇനി സുധീവേട്ടൻ്റെ കഥകളാണ് എനിക്ക് കേൾക്കേണ്ടത്. എന്ത് കഥയാണ്? എന്തെല്ലാം കഥ പറയുമെന്നറിയോ? സുധീവേട്ടൻ്റെ കഥയിലെ ഏറ്റവും രസം എന്താണെന്നറിയാമോ? ഈ കോൺവെർസേഷൻ ഭയങ്കര രസമായിട്ട്, അത് അവരുടെ ശബ്ദത്തിന്റെ ടെക്സ്ചർ ഉണ്ടാവും, പക്ഷെ ഒരിക്കലും വോയിസ് ഇമിറ്റേഷൻ അല്ല. വിദ്യാരൻ മാസ്റ്ററെയൊക്കെ ശബ്ദം അനുകരിക്കുകയും ദേവരാജ മാസ്റ്ററുടെ ശബ്ദമൊക്കെ കേൾപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് അവരൊക്കെ മുമ്പിൽ വരുന്നതിൻ്റെ ഒരു പിക്ചർ കിട്ടും. പക്ഷെ എന്നാൽ അത് ശബ്ദാനുകരണമല്ല, ഒരു മാനറിസത്തെ ഇങ്ങനെ എടുക്കലാണ്. നമ്മൾ കണ്ടതിൻ്റെ കുറച്ച് ദിവസം മുമ്പാണ് മാഷ എന്നെ വിളിച്ചിട്ട് പറയുന്നത്, ആ ഒരു റെക്കോർഡിങ് പാടാൻ പറഞ്ഞോ പെട്ടെന്ന്, ഇവിടെ ഇത്ര ഫാസ്റ്റാണല്ലോ പറയാം. അപ്പം നമ്മൾ മാഷ ഉണ്ട് ഇവിടെ ഉണ്ടാവും. 12 തീയതി എന്ന് പറയാനുള്ളൊരു സമയം മാഷ എടുക്കില്ല. അപ്പം ഞാൻ ചോദിച്ചു, മാഷെ എന്ത് പാട്ടാണ്, ഡിവോഷണൽ അല്ലേന്ന് ചോദിച്ചപ്പോൾ കിഷോഷ്. എനിക്ക് കാര്യം മനസ്സിലായി, പക്ഷെ വേറെ ഒക്കെ ചിലപ്പോൾ മനസ്സിലാവില്ല. ക്രിസ്ത്യൻ ഡിവോഷണൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഒരാൾക്കും. ദേവരാജ മാസ്റ്റർ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുന്ന ആളായിരുന്നു. ഇത്രയും ഘനഗംഭീരനായ ഒരു മനുഷ്യനാണെന്ന ശബ്ദം കേട്ടാൽ നമുക്ക് തോന്നില്ല. ആ നീ അവിടെ നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക്, നീ അവിടെ നിൽക്കുക പറയുന്നതിനേക്കാൾ പവർഫുള്ളാണ് ആ ശബ്ദത്തിൽ. ആ കമാൻഡ് ഉണ്ട്. അപ്പം മാഷ് ദേഷ്യപ്പെട്ടാലും എടാ ഇത്രയും വിളിച്ചാൽ മതി, നമ്മളവിടെ അപ്പം വിറയ്ക്കും. ഇതെല്ലാം നമ്മൾ കണ്ടും കേട്ടും ഇവരുടെയൊക്കെ ഓരോ സംഭവങ്ങളും മനസ്സിൽ കിടക്കാണല്ലോ. അതുകൊണ്ട് ഇവരെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കൂട്ടുകാരുടെ ഇടയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെയുള്ള സാഹചര്യത്തിൽ സംസാരിക്കുമ്പോൾ അവരൊരു കാര്യം പറയുമ്പോൾ അവരുടെ ശൈലിയിൽ ഞാൻ പറയുന്നതെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും അവരോടുള്ള എല്ലാ സ്നേഹ ബഹുമാനങ്ങളോടും കൂടി തന്നെയാണ് ഇത് പറയുന്നത് പലപ്പോഴും. ദേവരാജ മാസ്റ്ററുടെ ഒരുപാട് കഥകളുണ്ട് രസമുള്ള. മാസ്റ്ററെ കാണാൻ വേണ്ടി ഒരാൾ പണ്ട് വീട്ടിലേക്ക് ചെന്നു എന്ന് പറയുന്നത്. അപ്പോൾ ചെന്നപ്പോൾ മാസ്റ്റർ അവിടെ സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഒരാൾ ദൂരെ നിന്ന് നടന്നു വരുന്ന ആൾ ഈ കാല് മണ്ണിൽ പതിയുന്ന ശബ്ദം പോലും കേൾക്കരുതെന്നുള്ള ഭാവത്തിലാണ് നടക്കുന്നത്. അമിത വിനയം എന്ന് പറഞ്ഞാൽ പോരാ, അത്ര ഇങ്ങനെ താഴ്ന്നു കേണാ വരുന്നത്. വന്നിട്ട് മതിലിൻ്റെ അവിടെ നിന്ന് സൈഡിൽ കൂടെ വന്ന് ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ ആരും അറിയാതെ ഇങ്ങനെ പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെ ഓടാമ്പൽ എടുക്കുന്നു. എന്നിട്ട് പതുക്കെ തള്ളി തുറന്നിട്ട് ഇങ്ങനെ അവിടുന്ന് കുനിഞ്ഞ് വരിക. അപ്പം മാസ്റ്റർ വിട്ടിരുന്നോണ്ട് പൊക്കോ. അപ്പോൾ ഇവിടെ വേറെ ആരോ ഉണ്ട്, നീ പൊക്കോ. അപ്പം എന്തിനാ ഒരാൾ വരുന്ന ആൾ എന്തിനാ വരുന്നതെന്നൊന്നും അറിയില്ല. അപ്പോൾ മറ്റേ ആൾ ചോദിച്ചു, എന്താ മാസ്റ്ററെ പറഞ്ഞത്? വിനയം കണ്ട അറിഞ്ഞൂടെ, പാട്ടുകാരനാണ്. ഓ അങ്ങനെയാണ്. അല്ലെ അത്ര വിനയത്തിന്റെ ആവശ്യമില്ലല്ലോ ഒരാളെ സമീപിക്കുമ്പോൾ. വളരെ സ്ട്രെയിറ്റ് മാസ്റ്റർ അങ്ങനെ ആയിരുന്നു കേട്ടോ. മാസ്റ്റർക്ക് അമിത വിനയം ഇഷ്ടമല്ല, ഈ എന്തെങ്കിലും കുറുക്ക് വഴിയിലൂടെ അവിടെ ചെല്ലുന്നതൊന്നും ഇഷ്ടമല്ല. നേരിട്ട് ഒരാളെ ചെന്നിട്ട് ഇപ്പോൾ രജനീഷ് ചന്ദ്ര മാസ്റ്റർ, ഞാൻ രജനീഷ് മാസ്റ്റർ പാട്ടുകളൊക്കെ കേൾക്കുന്നയാളാണ്, ഈ മാസ്റ്ററോട് സംസാരിക്കും, ഇരിക്കും, വളരെ സുഖമായിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കും. എത്ര സമയം വേണമെങ്കിലും രജനീഷിനോട് സംസാരിക്കാൻ മാസ്റ്റർക്ക് ഒരു മടി ഉണ്ടാവില്ല. പക്ഷേ അവിടെ ചെന്ന് സൈഡിലൊക്കെ തലയൊക്കെ ചൊറിഞ്ഞ് മാഷേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്ന് ഞാൻ ഗെറ്റ് ഔട്ടാണ്. വിദ്യാരൻ മാസ്റ്ററുടെ ഒരു കഥ എന്ന് പറഞ്ഞത്, ഒരു പാട്ടുകാരൻ ഇങ്ങനെ സ്റ്റേജിലേക്ക് പാടാൻ വരികയാണ്, ഗാനമേള തുടങ്ങാൻ പോകുന്നു. മാസ്റ്റർ മുന്നിൽ ഇങ്ങനെ അക്ഷമനായിട്ടിരിക്കുകയാണ്. ഇപ്പം തുടങ്ങുന്നുമില്ല, മാഷ് തിരക്കാണ്, എപ്പോഴും ഇങ്ങനെ ബിസിയായിട്ട് ഓടി നടക്കുന്ന ആളാണ്. മാഷ് ഇങ്ങനെ അസ്വസ്ഥനാകുന്നു, ഇത് തുടങ്ങുന്നില്ല. അപ്പോൾ പുറകിൽ നിന്നൊരു പാട്ടുകാരൻ നടന്നു വരിക, നല്ല ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് നടന്നു വരുന്നു. ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നൊട്ടേഷൻ സ്റ്റാൻഡ് വയ്ക്കുന്നു, ബുക്ക് കൊണ്ടുവന്ന് വെച്ചു, മൈക്കൊക്കെ എടുത്തിട്ട് നിൽക്കുന്നു. അപ്പം മാഷ് വിടുന്ന അടുത്ത ആളോട്, ഇതുവരെ എല്ലാം അസലായി, ഇനിയാ പ്രശ്നം, അത് പാടുന്നതാണ് പ്രശ്നം. ഇത്ര നേരം എല്ലാം ഗംഭീരമായി, വേഷം കൊള്ളാം, ആ നടന്ന് വരവ് കൊള്ളാം, എല്ലാം കൊള്ളാം, പക്ഷെ പാട്ട് തുടങ്ങുമ്പോൾ പിന്നെ അങ്ങോട്ട് പ്രശ്നം എന്നുള്ള അല്ല. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും മാസ്റ്റർ അടുത്തറിയാവുന്നവർക്ക് അതിനകത്തുള്ള ഒരു ഹ്യൂമർ പിടിയിട്ടുള്ളൂ. അതാണ് ഒരു കുഴപ്പമെന്ന് പറയുന്നത്. അത് കുഴപ്പമില്ല, നമുക്ക് നീ പാട്ട് പാടാം. ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചിന്താമരി, എൻ്റെ കരൾ കുമ്പിളിൻ ചാറ്റുമഴച്ചോലയിൽ വന്നു പൂത്തുലഞ്ഞിടുമോ ചൊല്ലാതിരേ ചെന്താമരേ.
അപ്പോൾ ഈ പാട്ട് നിങ്ങൾ ആര് പാടിയാലും അതിനകത്തൊക്കെ ഒരു MJ നമുക്ക് കാണാം. കിടപ്പുണ്ട്, 100% ഉണ്ട്. അത് മാത്രമല്ല, ജയൻ ചേട്ടൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജയൻ ചേട്ടൻ്റെ ഒരു സങ്കല്പം, അദ്ദേഹം ഓരോ പാട്ടിനെയും സമീപിക്കുന്നത് വളരെ പേഴ്സണലൈസ് ചെയ്തിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്, അദ്ദേഹം എന്ന പാട്ടുകാരൻ തന്നെയാണ് ഈ പാട്ടുകളിൽ എപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. അത് ആര് പാടിയാലും അദ്ദേഹം അത് കുറച്ച് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പാടുമ്പോൾ തേരനന തേരനന എന്ന് പാടി, തേരനന തേരനന, ഇത് ഞാനൊരു 50-60 ടേക്ക് പാടിയിട്ടുണ്ട് റെക്കോർഡിങ്. അദ്ദേഹത്തിന് തൃപ്തിയാവുന്നില്ല. അപ്പം ജയൻ ചേട്ടൻ പാടുന്ന കുറച്ചുകൂടി തേരനന തേരനന പാടുന്നത്, അപ്പോൾ തേരനന തേരനന എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പാടും ജയൻ ചേട്ടൻ. അപ്പം അത് മനസ്സിൽ വെച്ച് പാടിയിട്ടും എനിക്കത് കുറേ സമയം പാടുമ്പോഴും ഞാൻ എൻ്റെതായ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പം ജയൻ ചേട്ടൻ പറഞ്ഞു, അത് മാത്രം ശരിയാവുന്നില്ല, ബാക്കി പാട്ടൊക്കെ അതൊരു കാര്യം ചെയ്യാം, അത് നമുക്ക് പിന്നെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് വിടുമെന്ന് പറഞ്ഞിട്ട് അത് ഉപയോഗിക്കും. അപ്പം അവസാനം ചേട്ടാ ഒരു പ്രാവശ്യം കൂടെ നോക്കാം എന്ന് ഇപ്പം എന്നോട് പറഞ്ഞപ്പോൾ ഞാനപ്പം മനസ്സിൽ കണ്ണടച്ച് ധ്യാനിച്ചുകൊണ്ട് ജയൻ ചേട്ടൻ പാടുന്നതായിട്ടങ്ങ് വിചാരിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു ബോഡിയിൽ എന്നെ കാണുന്നില്ല, ഞാൻ വോയിസ് ബൂത്തിലാണ്, ഞാൻ അദ്ദേഹം പാടുന്ന പോലെ തന്നെ ആക്ട് ചെയ്തിട്ടങ്ങ് പാടി. പാട്ടേക്ക് ഓക്കെ. അങ്ങനെ ചില സംഗതികളുണ്ടല്ലേ? അല്ല, എല്ലാ പാട്ടിനും കൊണ്ടുവരാനായിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പാടിയ എല്ലാ പാട്ടിനകത്തും എൻ്റെ ശബ്ദമുണ്ട്, പക്ഷെ അദ്ദേഹത്തിൻ്റെ ശൈലിയും ഈവൻ ഓരോ അക്ഷരങ്ങൾ പറയുന്നതിലും, ഇപ്പം ചെന്താമര ചെന്താമര എന്ന് ചെന്ത അദ്ദേഹത്തിന് പറ്റില്ല, ചെന്താമര അദ്ദേഹം പറയുന്ന എന്താന്ന് ഒരു വാക്കിൻ്റെ ഉച്ചാരണം ഉണ്ടല്ലോ, അത് അതുപോലെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നയാളാണ്. അപ്പോൾ അത് നമ്മൾ അതുപോലെ ഫോളോ ചെയ്ത്, ഞാൻ മിക്കവാറും എല്ലാ പാട്ടുകളും അത് വളരെ ശ്രദ്ധിച്ച് ഫോളോ ചെയ്ത് പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് ഇഷ്ടവുമാണ് അങ്ങനെ പാടുന്നത്. അപ്പോൾ അതുപോലെ രമേശ് നാരായൺ സാറും പറയാറുണ്ട്, എടാ നിൻ്റെ ശബ്ദം ഉപയോഗിക്കൂ, പക്ഷേ നീ എൻ്റെ ശൈലി എടുത്ത് പാടൂ, അപ്പോൾ ആ പാട്ടിനൊരു വ്യത്യാസം കിട്ടും. ഔസേപ്പച്ച സാറ് പാടുന്നതും അതുപോലെ തന്നെ അതുപോലെ പാടാൻ ബുദ്ധിമുട്ടാണ്. ഔസേപ്പച്ച സാറിൻ്റെ പാട്ടുകൾ പാടുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ അറിയാം, പല പാട്ടുകളിലും യേശുദാസ് സാറൊക്കെ പാടിയ പാട്ടുകളിലൊക്കെ തന്നെയും ഔസേപ്പച്ചൻ സാറിൻ്റെതായ ഒരു മധുരമുണ്ട് അതിനകത്ത്. അദ്ദേഹത്തിൻ്റെ ഒരു ഷുഗർ കോട്ടിങ് പരിപാടിയുണ്ട് പാട്ടുകളിൽ. അത് നമ്മൾ പാടുമ്പോൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് ഞാനെപ്പോഴും അങ്ങനെ ശ്രമിക്കാറുണ്ട്. അത് അവർക്കും ഇഷ്ടമാണ്. ഒരു ഗായകൻ എപ്പോഴും അവരുടെ ശൈലിയോട് ചേർന്ന് നിന്ന് പാടുന്നതായിരിക്കും സംഗീത സംവിധായകർക്ക് പൊതുവേ ഇഷ്ടം. ആ ടെക്സ്റ്റ് കോപ്പി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, അക്സെപ്റ്റൻസ് പെട്ടെന്ന് കിട്ടുമല്ലേ? അതെ. പക്ഷെ ചില സംഗീത സംവിധായകർ ചിലപ്പോൾ ഇവരൊക്കെ തന്നെയും പറയാറുണ്ട്, ചിലപ്പോൾ അത് അങ്ങനെ അത്ര ഇതാക്കണ്ട, അത് നമ്മൾ പാടുന്ന സമയത്ത് അവർക്ക് അറിയാമല്ലോ ഇത് ഏത് അളവിൽ വേണമെന്നുള്ളത്. നമുക്ക് ചിലപ്പോൾ അത് ആദ്യം പിടികിട്ടില്ല ഏതളവിൽ വേണം. പക്ഷെ ഒരു സംഗീത സംവിധായകൻ്റെ കൂടെ കുറേ അധികം കാലം വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കുറേ അധികം പാട്ട് 2-3 പാട്ടുകൾ പാടി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ മനസ്സിലാവും. പിന്നെ നമുക്ക് അതിൻ്റെ അളവ് മനസ്സിലാകുമ്പോൾ ആ രീതിയിൽ അങ്ങോട്ട് പോകാൻ പറ്റും. ഇപ്പോഴും മിമിക്രി കയ്യിലുള്ളതുകൊണ്ടായിരിക്കാം ഈ എവിടെ ചെന്നാലും ഒരു കൂട്ടം ആൾക്കാർ ചുറ്റും കാണും സുധീവേട്ടനെ കേൾക്കാൻ വേണ്ടിയിട്ട്. അത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയല്ലേ? നമ്മൾ പാട്ടിനപ്പുറത്തേക്ക്, നമ്മളൊരു പാട്ടുകാരനാണ്, പലരും പാട്ട് കേൾക്കാനൊക്കെ വരും, പക്ഷെ അതിനപ്പുറത്തേക്ക് സുധീവേട്ടൻ്റെ ചുറ്റും പാട്ടുകാർ തന്നെ വന്നിരിക്കുന്നത് ശരിക്കും ഈ കഥകൾ കേൾക്കാൻ വേണ്ടി. അത് പലപ്പോഴും നമ്മൾ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട്, ഞങ്ങൾ ഈ മൾട്ടി സിംഗേഴ്സ് വരുന്ന പരിപാടിക്ക് ഇത് സംഭവിക്കുന്നത് കൂടുതൽ പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് ശരിക്കുള്ള പ്രോഗ്രാം. അപ്പോൾ നമുക്ക് തോന്നുന്നു ഇത് അവിടെ പറഞ്ഞിരുന്നെങ്കിൽ. സ്റ്റേജിൽ ഞാൻ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആണ്. സ്റ്റേജിലൊക്കെ നിൽക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടെ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തല്ലേ, സംസാരിച്ച് കൂടുതൽ ആർട്ടിസ്റ്റുകളോടൊക്കെ വളരെ ഹാപ്പി ആയിട്ട് ചിരിച്ച് പെരുമാറുന്ന ഒരു രീതി വന്നിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. അതിനു മുമ്പൊക്കെ ഞാൻ വളരെ ഒരു ക്രൂരമായ മുഖഭാവത്തോടുകൂടി സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളായിരുന്നു. എന്ന് വെച്ചാൽ സ്റ്റേജിൽ കയറുന്ന ക്രൂരത കൊണ്ടല്ല, എൻ്റെ ടെൻഷൻ എനിക്ക് അറിയുള്ളൂ. അപ്പം അതിന് മുമ്പ് കുറച്ചുകൂടെ ഈ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് ചെല്ലുമ്പോഴും ഞാൻ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ മുഖത്തൊക്കെ ഒരു സീരിയസ് ആയിട്ടുള്ള ഭാവം, ചിരിയൊന്നും ഉണ്ടായിരുന്നില്ല. ബാക്ക് സ്റ്റേജിലാണെങ്കിലോ പ്രോഗ്രാമിന് മുമ്പാണ് ശേഷമാണെങ്കിൽ ഭയങ്കര ചിരിയും അലമ്പോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ തന്നെ പറയും, അല്ല എൻ്റെ വീട്ടിൽ നിന്ന് ഉള്ളവരൊക്കെ പറയും, എന്തിനാണ് ഈ സ്റ്റേജിൽ മാത്രം ഇത്ര സീരിയസ് ആവുന്നത്? പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഉള്ള ഒരാളെ സ്റ്റേജിലും കിട്ടണം. അതുപോലെ ചാനൽസിൽ പലപ്പോഴും ബിഹേവ് ചെയ്യുമ്പോഴും എൻ്റെ അടുത്ത് പലരും പറയാറ്, നിങ്ങൾ ചുമ്മാ ഇരുന്ന് പറയുന്നത് പോലെ അല്ലല്ലോ ചാനലിൽ നിങ്ങൾ ഭയങ്കര ഫോർമലായിട്ട് സംസാരിക്കുന്നു. പിന്നെ ഞാനത് മാറ്റി. ഇപ്പം ഞാൻ വളരെ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന പോലെ തന്നെയാണ് ചാനലിലാണെങ്കിലും എവിടെയാണെങ്കിലും സംസാരിക്കുന്നതും പെരുമാറുന്നതും. അങ്ങനെ വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും ഇഷ്ടം ചിരിക്കാനും സന്തോഷിക്കാനുമാണ്, എവിടെ പോയാലും, സ്റ്റേജിലാണെങ്കിലും അതെ, അല്ലാതിരിക്കുമ്പോഴാണെങ്കിലും. അപ്പം നമുക്ക് ബാക്ക് സ്റ്റേജിൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രോഗ്രാമിന് മുമ്പൊക്കെ നമ്മൾ എന്തെങ്കിലും ഇതുപോലുള്ള മ്യൂസിക്കലായ തമാശകൾ സംഭവിക്കും.
പ്രോഗ്രാം കഴിഞ്ഞിട്ടാവും പിന്നെ എല്ലാത്തരം തമാശകളും ആവും. പിന്നെ ഫുഡ് കഴിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ ലേറ്റ് നൈറ്റ് ഒക്കെ ഇരിക്കും. ചിത്ര ചേച്ചിയൊക്കെ 2 മണി 2:30 വരെയൊക്കെ നമ്മളൊന്നിച്ച് തമാശ പറഞ്ഞിരുന്നിട്ട് രാത്രി കിടക്കാൻ പോകുമ്പോൾ ചേച്ചി ചോദിക്കും രാവിലെ എപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റിന് പോകുന്നത്, അപ്പോൾ എന്നെ കൂടെ വിളിക്കണേന്ന്. അപ്പോൾ ആ സമയത്തും പിന്നെയും കോമഡി എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ നമ്മളുടെ പാട്ടുകാരുടെ കൂട്ടത്തിലും ഓർക്കസ്ട്രക്കാരുടെ കൂട്ടത്തിലും എല്ലാവരുമായിട്ടും ഞാൻ പൊതുവെ അങ്ങനെ സന്തോഷമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നമ്മൾ പറയുന്ന വാക്കുകളിലൂടെ നമ്മളെ പ്രവൃത്തികളിലൂടെ മറ്റൊരാൾക്ക് സന്തോഷം കൊടുക്കാൻ കഴിയുക എന്നുള്ളത് മ്യൂസിക്കിലൂടെ ആണെങ്കിലും നമ്മുടെ പെരുമാറ്റത്തിലൂടെ ആണെങ്കിലും നമ്മുടെ വാക്കുകളിലൂടെ ആണെങ്കിലും എന്താണെങ്കിലും അതല്ലേ നല്ലത്. ഈ അടുത്താണ് സ്റ്റേജിൽ പാടിയതുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടാവുന്നത്. അപ്പോൾ അന്ന് സംസാരിച്ചതിൽ പലർക്കും ഈ മൈനസ് ട്രാക്ക് പ്ലസ് ട്രാക്ക് എന്നൊക്കെ പറയുന്നതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ധാരണയില്ലാതെയാണ് കമന്റ് ബോക്സ് മുഴുവനും നിറഞ്ഞിട്ടുള്ളത്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ശരിക്കും മനസ്സിലാവാതെ യുവമാർക്കൊക്കെ പൈസ കൊടുക്കുന്നത് ചുമ്മയാണ്, യുവമാർ കൊണ്ടുവന്ന് ഇട്ടിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്ന, ചുണ്ടനൊക്കെയാണ് ചെയ്യുന്നത്. ശരിക്കും ആ വിവാദം വരുമ്പോൾ എനിക്ക് അതാണ് തോന്നിയത്. എന്താണ് മൈനസ് ട്രാക്ക് എന്നും എന്താണ് പ്ലസ് എന്നും ഒക്കെ പറ്റിയിട്ടുള്ള ധാരണയില്ലായ്മ കമന്റ് ബോക്സിൽ മുഴുവൻ ഉണ്ടായിരുന്നു. അല്ല, ഞാൻ എന്നെ വിളിച്ച ആളുകളോട് എൻ്റെ ആ ദിവസങ്ങളിൽ ഞാൻ സത്യത്തിൽ നല്ല തിരക്കായിരുന്നു. പല കാര്യങ്ങൾക്കായിട്ട് കേരളത്തിൽ തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് 2-3 ദിവസം ഫുള്ള് ഫോൺ കോൾസ് ആണ്. ഇത് എന്താണ് സംഭവിച്ചത് ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും നമ്മളോട് താല്പര്യമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ആളുകളും പരിചയമില്ലാത്തവരും ഒക്കെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവരോടൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളതല്ലാതെ ഞാൻ മീഡിയയിലൊന്നും ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല. കാര്യം ഇത് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം എന്താണ് സംഭവിച്ചത് ഇല്ലേ. ഓർക്കസ്ട്ര വായിക്കുന്നവർക്കും മ്യൂസീഷ്യൻസിന്, ഞാൻ എല്ലാവർക്കും ഞാൻ പറഞ്ഞത് മ്യൂസീഷ്യൻസിന് ഈ രംഗത്തുള്ളവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്. പിന്നെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചൊരു അജ്ഞതയുണ്ട്, സത്യമാണ്. ഈ ഉത്സവപ്പറമ്പിൽ അല്ലെങ്കിൽ വള്ളിപ്പറമ്പിൽ ഗാനമേള കേൾക്കാൻ പോകുന്ന ആളുകൾക്ക് ഈ ടെക്നിക്കാലിറ്റീസ് ഒന്നും പറഞ്ഞുകൂടാ. അവർ പാട്ട് കേൾക്കാൻ വരുന്നു, നന്നായിട്ടിരിക്കണം, തെറ്റിപ്പോയാൽ തെറ്റി, അത്രയുള്ളവർക്ക്. ഇത്തരം തെറ്റുകൾ കാലാകാലങ്ങളിലായിട്ട് എപ്പോഴും ലൈവ് പ്രോഗ്രാമിൽ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളതാണ്. ഇത് പക്ഷേ അങ്ങനെയല്ല. ഈ പ്രോഗ്രാമിനെ സംബന്ധിച്ചാണെങ്കിലും ഏത് പ്രോഗ്രാമിനെ സംബന്ധിച്ചാണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ റിഹേഴ്സലിന് വേണ്ടി വാദിക്കുന്ന ഒരാളാണ്. എൻ്റെ എല്ലാ പ്രോഗ്രാമിനും ഞാൻ കൃത്യമായിട്ട് റിഹേഴ്സൽ നടത്തുകയും എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഓർക്കസ്ട്രക്കാർക്കും സൗണ്ട് എഞ്ചിനീയേഴ്സിനും എല്ലാവർക്കും അറിയാം. നമ്മൾ വളരെ കൃത്യമായിട്ട് റിഹേഴ്സൽ ചെയ്യുകയും ഫുൾ ഓർക്കസ്ട്രയ്ക്ക് വേണ്ടിയിട്ട് വാദിക്കുകയും എപ്പോഴും എത്ര പീസ് ഓർക്കസ്ട്ര കൂടുതൽ വയ്ക്കാൻ പറ്റുമോ അത്രയും കൂടുതൽ വയ്ക്കുകയും അത് തന്നെ ഏറ്റവും എമിനൻ്റ് ആയിട്ടുള്ള ആളുകളെ കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് എൻ്റെ കൂടെ പ്രോഗ്രാം ചെയ്യുന്ന ആളാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മുടേതല്ലാത്ത ഒരു ഓർക്കസ്ട്രയുടെ കൂടെ പെർഫോം ചെയ്യേണ്ടി വരും. നമ്മളെ ഇപ്പം നമ്മളുടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഓർക്കസ്ട്രക്കാരൊക്കെ വിളിക്കുമല്ലോ. അതെല്ലാ പ്ലേബാക്ക് സിംഗേഴ്സിനെയും വിളിക്കാറുണ്ട്. ചില ആളുകൾ മാത്രം, നമ്മുടെ വളരെ സൂപ്പർ സീനിയേഴ്സ് മാത്രം അവർക്ക് സ്ഥിരമായിട്ടൊരു ഓർക്കസ്ട്ര ഉണ്ട്, ഞങ്ങളല്ലാതെ വരില്ല എന്ന് പറയുന്നവരുണ്ട്. മറ്റ് പല ആളുകളും, ഞാൻ ഉൾപ്പെടെ പല ആളുകളും നമ്മളെ വിളിക്കുന്ന ആളുകൾക്ക് മാക്സിമം സഹകരിക്കാൻ നോക്കും. പക്ഷേ അപ്പോഴുമൊക്കെ ഞാൻ പറയും നമുക്ക് റിഹേഴ്സൽ എന്നുള്ളത് മസ്റ്റാണ്, ഞാൻ വരാം, നമുക്ക് എല്ലാ പാട്ടുകളും നോക്കണം. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്, ഈ ഓർക്കസ്ട്ര എന്ന് പറയുന്നത് നമ്മൾക്കെന്ന് പറഞ്ഞാൽ മാസത്തിൽ ഗാനമേളകൾ കുറവാണ്. 3-4 ഗാനമേള ഉണ്ടെങ്കിൽ മാക്സിമം അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ റെക്കോർഡിങ്സും മറ്റ് ചാനൽ ഷൂട്ട് അങ്ങനെയൊക്കെ അല്ലേ പോകുന്നത്. ഈ ഗാനമേള ട്രൂപ്പുകളോട് സഹകരിക്കും പലപ്പോഴും ഇവർക്ക് എല്ലാ ദിവസവും പരിപാടി ഉണ്ടായിരിക്കും. അപ്പോൾ ഇവർക്ക് റിഹേഴ്സൽ ചെയ്യാൻ സമയം കിട്ടില്ല. നമ്മൾ പാടുന്ന പാട്ടുകളല്ല പൊതുവെ ഇപ്പോൾ പ്രത്യേകിച്ച് സ്റ്റേജിൽ പാടുന്നത്. ഇപ്പോഴത്തെ ഗാനമേള എന്ന് പറഞ്ഞാൽ പൊതുവെ കുറച്ചുകൂടി റിതമിക്കായ പാട്ടുകൾ അല്ലെങ്കിൽ പുതിയ കാലത്തെ ട്രെൻഡിങ് പാട്ടുകളൊക്കെ വെച്ചിട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് അതിനുള്ള സമയമില്ല. ഞാൻ 3 ദിവസം മാറ്റി വെച്ചു റിഹേഴ്സലിന്. 3 ഡേറ്റ് ഞാൻ വീണ്ടും പറഞ്ഞപ്പോഴും ഓർക്കസ്ട്രയ്ക്ക് അവർക്ക് സമയമില്ലെന്ന് പറഞ്ഞാൽ അവരുടെ കുറ്റമായിട്ട് ഞാൻ പറയില്ല. കാര്യം അവർക്ക് ഇഷ്ടംപോലെ പരിപാടികളാണ്. അപ്പോൾ അവർക്ക് നോക്കാൻ സമയം കിട്ടിയില്ല. അപ്പം നമ്മളൊരു വിശ്വാസമാണ് സ്റ്റേജിൽ ഓക്കെ ആയിക്കോളും എന്ന്. പക്ഷേ ഓക്കെ ആയില്ല. അപ്പോൾ അതൊരു മിസ്റ്റേക്ക് സംഭവിച്ചു. ഒരു മിസ്റ്റേക്ക് സംഭവിച്ചാലോ അത് മാനേജ് ചെയ്യാനുള്ള ഒരു മനസാന്നിധ്യവും ഒരു പെട്ടെന്നുള്ളൊരു എന്താ പറയുക ക്വിക്ക് റിയാക്ഷൻ എന്ന് പറയില്ലേ, പെട്ടെന്ന് അതിലേക്ക്. പക്ഷെ അത് ചെയ്യാനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെതായ കുറവുണ്ടായിട്ടുണ്ട്. അവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല. കാര്യം അവർക്ക് സമയമില്ലാത്തതുകൊണ്ടായിരിക്കാം. അവരെല്ലാ ദിവസവും മറ്റു പരിപാടികളായിട്ട് പോകുന്ന ഈ പാട്ടുകളൊന്നും അവർ വായിക്കുന്നതല്ല. അപ്പോൾ ഒരു ട്രാക്കിനെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് വായിക്കാമെന്നാണല്ലോ. പക്ഷെ ആ സപ്പോർട്ട് ചെയ്ത് വായിക്കുന്നതിന് അവർക്ക് അത് പ്രിപ്പയർഡ് അല്ലാതെ വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങളാണ്. അത് ഓർക്കസ്ട്ര പ്ലേയേഴ്സിന് എല്ലാവർക്കും അറിയാം, നമ്മുടെ മ്യൂസിക്കിനെ കുറിച്ച് ധാരണയുള്ളവർക്കറിയാം. സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കുക അവർ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കും. ഇവരാരും എന്നോട് ശത്രുതയുള്ളവരൊന്നും അല്ല ഈ ജനങ്ങൾ എന്ന് പറയുന്നത്. അവർക്കെല്ലാവർക്കും പലരും വിമർശിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ നമ്മളിൽ നിന്ന് പെർഫെക്റ്റായിട്ട് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. നമ്മളിപ്പോൾ ഒരു കലാകാരൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വരരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടേതല്ലാത്ത കാരണം കൊണ്ട് തെറ്റ് വരുമ്പോഴും അവർ വിമർശിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ജനങ്ങളുടെ വിമർശനങ്ങളെല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുന്ന കാര്യം, അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ നമ്മൾ നോക്കും.
പക്ഷെ അത് എൻ്റേതല്ലാത്ത കുറ്റമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആവശ്യമില്ലാതെ ചുമ്മാതെ വിവാദം ഉണ്ടാക്കുകയും നമ്മളെ ഇങ്ങനെ കുത്തി നോക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പേര് ശ്രമിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ അറിയാം ഇത് കാര്യമില്ലാത്ത കാര്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളവരോട് നമ്മൾ എന്ത് പറയാനാണ്? അവർക്ക് ശരിയെന്ന് തോന്നുന്നത് അവർ ചെയ്തു. പക്ഷെ അതുകൊണ്ട് എന്താണ് അവർക്ക് ലാഭം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിപ്പം കൂടുതൽ ഷെയർ ചെയ്യുന്നത് കൊണ്ട് ഒരു ആർട്ടിസ്റ്റിന് അല്ലെങ്കിൽ കലാകാരന്മാർക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരാൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒന്നുമില്ല. പിന്നെ ഉണ്ട് ഈ പേജസ് ഇല്ലേ, ചില പേജസിന് കൂടുതൽ റീച്ച് കിട്ടുകയും അതുകൊണ്ട് ഇങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവായിരിക്കും. പക്ഷേ ഞാനിതിനെ കാണുന്നത്, ഞാൻ എല്ലാ കാലത്തും 100% ആത്മാർത്ഥതയോടുകൂടി ഓരോ സംഗീത പരിപാടിയും സമീപിക്കുന്ന ആളാണ്. ഈ പാട്ടുകളൊക്കെ തന്നെയും ഞാൻ ഇത് ഇറങ്ങിയ കാലം മുതലേ, ഏകദേശം 30 വർഷത്തിന് മുമ്പ് മുതലേ ഗാനമേളയ്ക്ക് പാടിക്കൊണ്ടിരിക്കുന്നതാണ്. അന്നും ഇന്നും എത്ര അസുഖമുണ്ടെങ്കിൽ പോലും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സൗണ്ട് എഞ്ചിനീയേഴ്സിനൊക്കെ അറിയാം. പ്ലസ് ട്രാക്ക് എന്നൊക്കെ പറയുന്നത് മനസ്സിലാക്കേണ്ട കാര്യം. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സൗണ്ട് എഞ്ചിനീയേഴ്സ് ആരോട് ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. വളരെ ശബ്ദം വയ്യാത്ത ദിവസങ്ങളിൽ പോലും നമ്മൾ കഷ്ടപ്പെട്ട് പാട്ടിലൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ചിലപ്പം ശബ്ദത്തിൽ ഇടർച്ചയോ സ്ക്രാച്ചസോ ഒക്കെ വരാം. അതൊക്കെ എല്ലാവർക്കും സ്വാഭാവികമാണ്. അതല്ല, പക്ഷെ ഒരു മിസ്റ്റേക്കുള്ളൊരു പോർഷൻ മാത്രം എടുത്ത് വെച്ചിട്ട് കാണിക്കുമ്പോൾ ഇതിൻ്റെ എത്രയോ നല്ലവണ്ണം പാടിയ പാട്ടുകൾ എത്രയോ തവണ പലയിടത്തും സ്റ്റേജിൽ പാടിയിട്ടുണ്ട്. അതൊന്നും ആരും എടുത്ത് ഷെയർ ചെയ്ത് അഭിനന്ദിച്ച് ഞാൻ കാണുന്നില്ല, ആർട്ടിസ്റ്റുകളുടെ ഭാഗത്തുനിന്ന് ഞാൻ പറയുന്നത്. പക്ഷേ ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ സ്വാഭാവികമാണ് അത്. അപ്പം അത് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു അവസ്ഥയേ ഉള്ളൂ ഇതിന്. അത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും വളരെ സീരിയസ് ആയിട്ട് അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകുന്നു, അടുത്തൊരു സംഗീത പരിപാടിയെക്കുറിച്ച് ആലോചിക്കുന്നു. അത് സക്സസ്ഫുൾ ആയിട്ട് പോകുമ്പോൾ ആളുകൾ ഇതൊക്കെ നമ്മളുടെ സത്യസന്ധത എല്ലാ കാലത്തും അത് നമ്മൾ തന്നെ തെളിയിച്ചെടുക്കേണ്ടതാണ്. അത് ഇതുവരെ ആളുകൾക്ക് അറിയാം, ഇതുവരെയുള്ള ആൾക്ക്. ഇനിയും കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ആളുകൾക്ക് മനസ്സിലാവും. കാര്യം ഞാൻ മരിക്കുന്നവരെയും സ്റ്റേജിൽ പ്ലസ് ട്രാക്ക് ഇടാതെ എൻ്റെ ഉള്ള ശബ്ദം കൊണ്ട് പാടണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അത് മതി. അത് മോശമാണെങ്കിലും അങ്ങനെ തന്നെ പാടുള്ളൂ. നമ്മളിതേ ഒരു ട്രാക്ക് കൂടെ അതേ വീണ്ടും ഗാനമേള അനുകരിക്കാൻ പോവാണ്. രാമകഥ തന്നെ പാടണമെന്നില്ല, പ്രമദവനം പാടിയാലും മതി. അതെ, രാമകഥ പാടാം, അത് കുഴപ്പമൊന്നുമില്ല. ആ ആ രാമകഥാഗാനലയം മംഗളമെൻ തമ്പുരുവിൽ പകരുക സാഗരമേ, ശ്രുതിലയ സാഗരമേ. സാഗീതം പാടുകയായി ഹേ രാമാ, കാതരയാം ശാരികയായി സാഗീതം പാടുകയായി വീണ്ടും രാമകഥാഗാനലയം മംഗളമെൻ തമ്പുരുവിൽ പകരുക സാഗരമേ, ശ്രുതിലയ സാഗരമേ. ചെമ്പകപ്പൂങ്കാട്ടിലെ എന്ന് പറഞ്ഞ പാട്ടിൻ്റെ തുടക്കത്തിൽ ഒരു ടൂട്ടു ഒരു ശബ്ദമുണ്ട്. യൂറോപ്പിലുള്ള ഏതോ ഒരു കിളിയാണ് ആ ടൂട്ടു. ഇളവന്നൂർ മഠത്തിലെ കുയിലേ എന്നൊരാൾ ചെയ്യുമ്പം താരകരൂപിണി എന്ന് വേറൊരാൾ ചെയ്യും. വളരെ ആരോഗ്യകരമായ ഒരു മത്സരം സംഗീത സംവിധായകർ തമ്മിൽ ഈ രാഗത്തിൽ പാട്ടുണ്ടാക്കുന്നതിലുണ്ടായിരുന്നു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe, we present you the perfect English. WhatsApp now 9633 888 575.